11-ാം മന്ത്രവും ചൊല്ലിയേ. വിദ്യാം ച വിദ്യാം ച യസ്തത് വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്തുവ വിദ്യാമൃതം അശ്നുതേ. അപ്പൊ വിദ്യാശബ്ദത്തിന് എന്താ അർത്ഥം അവിടെ? ഉപാസന. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന. അവിദ്യ എന്ന് പറഞ്ഞാല് കർമ്മം. അന്നപ്പോൾ കർമ്മവും വിദ്യയും ഉപാസനയും കൂടി. ഏത് ഉപാസനയാണ് ഇവിടെ പറഞ്ഞത്? ഹിരണ്യഗർഭനായിരിക്കുന്ന ദേവതയാണ് ഇവിടുത്തെ ദേവത. പക്ഷേ നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിലെത്തുമ്പോൾ ഈ കളിയൊക്കെ മാറും. ഓക്കെ, ആദിത്യനിലെ പുരുഷൻ പരമാത്മാ എന്നൊക്കെ പറഞ്ഞുകളെ. അങ്ങനെയുള്ള കുറെ വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കാണാം. ഏതായാലും ഇത്ര വ്യത്യാസസ്ഥിതിക്ക് ഇനി 39-ാമത്തെ പേജ് നോക്കിയോ. അധുന. അധുന എന്ന് പറയുന്ന അർത്ഥം ഇപ്പോൾ. ഇതെന്താണ് അധുന എന്നുള്ളതിന്റെ അർത്ഥം? ടിപ്പണി ഒന്ന് നോക്കിയേ. ശുദ്ധാന്തകരണേഭ്യോ വിരക്തേഭ്യ സന്യാസിഭ്യ ഈശാവാസ്യമിത്യാദിന ബ്രഹ്മാത്മൈകത്വ വിദ്യ സഫലോക്ത ഫലേന സഹ വർത്തതേതി സഫല. സഫലാ കാ വിദ്യ? കാ വിദ്യ? ബ്രഹ്മാത്മൈകത്വ വിദ്യ. ഇവിടെ വിദ്യയുടെ അർത്ഥം എന്തായിരിക്കും? ജ്ഞാനം, പരമാത്മേകത്വ ജ്ഞാനം, ഫലത്തോടു കൂടിയിരിക്കുന്ന ഫലമാത്മേകത്വ ജ്ഞാനം. ഈ പരമാത്മേകത്വ ജ്ഞാനത്തിന്റെ ഫലം എന്താ? ഇന്ന് രാവിലെ ബ്രഹ്മസൂത്രത്തിൽ ഇതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ ഫലം? അനർത്ഥ നിവൃത്തി എന്നുള്ള പദമൊക്കെ കണ്ടിട്ടുണ്ടോ ബ്രഹ്മസൂത്രത്തില്? എന്താ? അനർത്ഥ നിവൃത്തി അല്ലെങ്കിൽ അനർത്ഥ നിവൃത്തി ഉപലക്ഷിത ബ്രഹ്മമായിരിക്കും ഇതിന്റെ ഫലം. ഇതെവിടെയാ? ശുദ്ധ അന്ധക്കരണേഭ്യ. അന്ധക്കരണം ശുദ്ധമായിരിക്കുന്നവർക്ക്. ആർക്കാ? വിരക്തേഭ്യ. എവിടെ നിന്നുള്ള വൈരാഗ്യം? വിഷയങ്ങളിൽ നിന്നുള്ള വൈരാഗ്യം ഉള്ളവർക്ക്. ആർക്കാണിത്? സന്യാസിഭ്യ. ഇത് ഏതാണ് സന്യാസി? ജ്ഞാനി ആയിരിക്കും സന്യാസി. എവിടെ ഗ്രഹിച്ചിട്ടുള്ളൂ. എന്തു പറഞ്ഞു? ഈശാവാസ്യം ഇത്യാദിന മന്ത്രേണ. ഈശാവാസ്യം എന്ന് തുടങ്ങിയ മന്ത്രത്തിലൂടെ ബ്രഹ്മാത്മേകത്വ വിദ്യ സഫലാവുക്ത. ഫലത്തോടു കൂടിയുള്ള ബ്രഹ്മാത്മേകത്വ വിദ്യ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അതായത് വിരക്തനായിരിക്കുന്ന ജ്ഞാനിക്ക്, സന്യാസിയായിരിക്കുന്ന ജ്ഞാനിക്ക്, അദ്ദേഹം ശുദ്ധാന്തകരണത്തോടു കൂടിയവനായതിനാൽ അവർക്ക് വേണ്ടിയുള്ള ബ്രഹ്മവിദ്യ മുമ്പ് പറയപ്പെട്ടു. ബ്രഹ്മവിദ്യയുടെ ഫലവും പറഞ്ഞു. ഇനി എന്ത് ചെയ്തു? പിന്നെ അന്ധന്തമ ഇത്യാദിനാതു അശുദ്ധാന്തകരണാനാം ജ്ഞാനാധികാരിത്വ അസമ്പത്തയെ പ്രകരണാന്തരം ആരബ്ധം. അശുദ്ധം അന്ധകരണം യേശാം തേ അശുദ്ധാന്തകരണാഹ തേഷാം അശുദ്ധാന്തകരണാനാം. അശുദ്ധമായിരിക്കുന്ന അന്ധകരണം ആർക്കാണുള്ളത്? അതായത് ജ്ഞാനോത്പത്തിക്ക് വിഘാതമാണ് മാലിന്യം, ചിത്തമാലിന്യം. അതായത് തുടക്കം മുതൽക്ക് നോക്കിയാൽ, അതായത് ശ്രവണത്തിൽ പോലും പ്രവൃത്തനാവാൻ പറ്റത്തില്ല ആരുടെ അന്ധകരണമാണോ അതിമലിനമായത്. അന്ധകരണത്തിന്റെ ശുദ്ധിക്കനുസരിച്ച് മാത്രമേ വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന വസ്തു മനസ്സിലാവത്തുള്ളൂ. ഇത് വേദാന്ത പ്രതിപാദ്യം എന്ത് വസ്തു മനസ്സിലാവാണെങ്കിലും ബുദ്ധിയുടെ സാമർത്ഥ്യം വേണം. ആ ബുദ്ധി സാമർത്ഥ്യത്തിന്റെ കഴിവ് എവിടെയാ? അതിൽ മാലിന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്നപ്പോൾ ആർക്കാണോ വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന വസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തത്, അവർക്ക് അശുദ്ധാന്തകരണത്തോടു കൂടിയവർക്ക് ജ്ഞാന അധികാരിത്വ സമ്പത്തെ, ജ്ഞാനത്തിലെ അധികാരിത്വം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ജ്ഞാനത്തിൽ അധികാരിയാവണമെങ്കിൽ എന്തായിരിക്കണം? ശുദ്ധാന്തകരണം വേണം. ആ ശുദ്ധാന്തകരണം എങ്ങനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതിനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ അടുത്ത പ്രകരണം തുടങ്ങിയത്. കഴിഞ്ഞ 3 മന്ത്രം ഉണ്ടല്ലോ, കർമ്മസഹിത ഉപാസന പ്രകരണം. അതോടുകൂടി അപ്പൊ നോക്കണം, ഇവിടെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഇനി കുറെ കഴിഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പല രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇത് നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത്? 12-ാം മന്ത്രം, 9, 10, 11 മന്ത്രങ്ങളിലൂടെ ഉപാസനാ സഹിത കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഹിരണ്യഗർഭലോകം വഴി മുക്തനാവാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ടിപ്പണിയിലെത്തിയ സമയത്ത് അത് അന്ധകരണ ശുദ്ധിക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല ആ കർമ്മ ഉപാസന വൈരാഗ്യത്തോട് കൂടി ചെയ്യണം. അതായത് ഫലേച്ഛാരഹിതമായി ചെയ്യുമ്പോഴാണ് കൈവല്യം എന്നുള്ള ഫലത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ വേണേ രണ്ടാക്കാം. ആ അന്ധകരണ ശുദ്ധി വഴി ഹിരണ്യഗർഭലോകത്വമോ? അന്ധകരണ ശുദ്ധി വഴി അല്ലല്ലോ ഹിരണ്യഗർഭലോകത്വം. അത് ഇച്ഛയോടുകൂടി ചെയ്താൽ എത്തൂലേ. പിന്നെ അവിടെ അങ്ങനെ ഒരു ഫലം പറഞ്ഞ സ്ഥിതിക്ക് അവൻ അന്ധകരണ ശുദ്ധി വഴി മുക്തനാവാം. ഫലയിച്ഛ രഹിതനാണെങ്കിൽ ശരിക്കും അന്ധകരണ ശുദ്ധിയാണ് ഫലം പറയേണ്ടത്. ആ അന്ധകരണ ശുദ്ധി ഫലം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാണോ ശ്രവണം നടന്നത് അവന് ഇവിടെ തന്നെ വിവേകം ജനിക്കും, ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവും. അത് മരണത്തിന്റെ സമയത്താണെങ്കിൽ പോലും അവൻ ഹിരണ്യഗർഭലോകമൊന്നും ബോധത്തിലെ മുക്തനായി പോകും.
ഇല്ലാത്തവർ ഹിരണ്യഗർഭലോകം പോയിട്ട് അവിടുന്ന് മുക്തരാവും. എന്നപ്പോൾ ആ അന്ധകരണം ശുദ്ധമാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രസംഗം ആരംഭിച്ചത് എന്ന് ഭാഷ്യത്തിൽ നിന്നും മന്ത്രത്തിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്ന അർത്ഥത്തെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. തത്ര ഇനി നോക്കിയോ, മലവിക്ഷേപയുക്തന്മാര് കേവല വിക്ഷേപയുക്തന്മാർ എന്ന് രണ്ടാക്കാൻ പോവാണ്. മലവും ഉണ്ട്, ചിത്തം വിഷയങ്ങളിൽ വിക്ഷിപ്തമാണ്. അവർക്ക് എന്തായിരിക്കും സ്ഥിതി? അത്ര മലവിക്ഷേപാത്മക അശുദ്ധി ദ്വയവന്തസ്, ആരാണോ മലവും വിക്ഷേപവുമായിരിക്കുന്ന രണ്ടുവിധ അശുദ്ധി ഉള്ളവര്, തേഭ്യ അവർക്കായിട്ട് സത്വരഫല ലാഭായ കർമ്മ ഉപാസ്യ സമുച്ചയോ വ്യധായി, അവർക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മസഹിത ഉപാസനയെ നമ്മൾ വിധാനം നടത്തി. ഏതു വിക്ഷേപ മാത്ര അശുദ്ധി മന്ദസ്, ആരുടെ ചിത്തത്തിലാണ് വെറും വിക്ഷേപം മാത്രമുള്ളത്, അശുദ്ധി ഇല്ലാത്തത്, വിക്ഷേപമായിരിക്കുന്ന അശുദ്ധി മാത്രം, മലമായിരിക്കുന്ന അശുദ്ധി ഇല്ലാത്തത്, തേഭ്യ അവർക്കായിട്ട് കേവല ഉപാസ്തിരേവ വക്തവ്യ, അവർക്ക് കർമ്മത്തിന്റെ ആവശ്യമില്ല, ഉപാസന മാത്രം മതി. തത്രാവി സത്വര ഫല സമ്പത്തെ, ആ ഉപാസന കൊണ്ട് തന്നെ ഫലം കിട്ടും. പക്ഷെ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വ്യാകൃത അവ്യാകൃത ഉപാസനയോ സമുച്ചയമേവ ദ്വിജുസ്സതി വിധാതും ഇച്ഛതി, വ്യാകൃതാഭ്യാകൃത ഉപാസനകളെ സമുച്ചയിച്ച് വിധാനം നടത്താനാണ് ഇഷ്ടപ്പെടുന്നത്. ആര്? വേദ ഇത്യാശയേന അവതാരയതി അധുന എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഇപ്പോൾ ഭാഷ്യകാരൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. കാര്യകാരണേ ഹിരണ്യഗർഭ പ്രകൃതി വ്യാകൃത അവ്യാകൃത ശബ്ദാഭ്യാം ഭണ്യേത്. നിങ്ങളുടെ ചോദ്യമാണ് ഇവിടെ. വെറുതെ ചോദിക്കണ്ട, പലതും നിങ്ങളുടെ മനസ്സിലുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം എഴുത്തുകാര് അടുത്തടുത്ത പ്രസംഗം മുന്നിൽ കണ്ടും കൊണ്ട് അവതരിപ്പിച്ചു പോവുക. കാര്യവും കാരണവും, കാര്യഞ്ച കാരണം ചെയ്തി കാര്യകാരണേ. ആരാ കാര്യം? ഹിരണ്യഗർഭൻ. ആരാ കാരണം? പ്രകൃതി. ഹിരണ്യഗർഭശ്ച പ്രകൃതിശ്ചേതി ഹിരണ്യഗർഭ പ്രകൃതി. പ്രകൃതി പ്രകൃതയ. അപ്പൊ ഹിരണ്യഗർഭനാണ് കാര്യം, കാരണമാണ് പ്രകൃതി, മൂലപ്രകൃതി മായ. ഇത് മൂലപ്രകൃതി അപകൃതി മഹദാദ്യ പ്രകൃതി വികൃതയ സപ്ത ഷോഡശവസ്തു വികാരം ന പ്രകൃതി ന പ്രകൃതി പുരുഷ എന്നുള്ള സാധനം മനസ്സിലാക്കിയാൽ മതി. അതല്ല സാധനത്തിൽ. കാരണം അവിടുത്തെ പ്രകൃതി സാഖ്യന്റെയും യോഗന്റെയും പ്രകൃതി സ്വതന്ത്രമാണ്, പരതന്ത്രയല്ല. മനസ്സിലായോ? അല്ലാലും ഞങ്ങളും നിങ്ങളൊക്കെ ഒരേപോലെ അല്ലടോ, വ്യത്യാസമുണ്ട്. മാത്രമല്ല സാഖ്യയോഗ സിദ്ധാന്തത്തിനനുസരിച്ച് പ്രകൃതി സത്താണ്, ഇവിടെയും സത്താണ്. പിന്നെ ഇവിടുന്ന വ്യത്യാസം? അത് വാസ്തവ സത്താണ്, ഇത് അനിർവചനീയമായിരിക്കും സത്താണ്. അനിർവചനീയമായിരിക്കും സത്തായതുകൊണ്ട് നഷ്ടപ്പെടും. വാസ്തവ സത്താണെങ്കിൽ നഷ്ടപ്പെടത്തില്ല. എന്ത് നഷ്ടപ്പെടത്തില്ല? പ്രകൃതി നഷ്ടപ്പെടത്തില്ല. ആർക്ക്? സാഖ്യയോഗ സിദ്ധാന്തത്തിനനുസരിച്ച്. അപ്പൊ പ്രകൃതിയുടെ കാര്യം നഷ്ടപ്പെടുവോ? പറ. പ്രകൃതി നഷ്ടപ്പെടത്തില്ല, പ്രകൃതിയുടെ കാര്യം നഷ്ടപ്പെടുവോ? സാഖ്യയോഗ സിദ്ധാന്തത്തിനനുസരിച്ച് ഒന്നും നഷ്ടപ്പെടത്തില്ല, എല്ലാം സത്തല്ലേ. കൃതാർത്ഥം പ്രതി നഷ്ടമപി അനഷ്ടം തദന്യ സാധാരണത്വാതെന്നൊരു സൂത്രമുണ്ട് യോഗസൂത്രത്തില്. ജ്ഞാനിയെ സംബന്ധിച്ച് നഷ്ടമാണെങ്കിൽ നഷ്ടമാവത്തില്ല. അതെന്തുകൊണ്ടാ? ജ്ഞാനിക്കിന് ഫലം കൊടുക്കാത്തത് കൊണ്ട് നഷ്ടമായതുപോലെ. പക്ഷെ ഈ പ്രകൃതി മറ്റുള്ളവർക്ക് വേണ്ടതല്ലടോ. അതുകൊണ്ട് പ്രകൃതി ഇങ്ങനെ നിൽക്കും. ഇത് സൈദ്ധാന്തിക്ക് സമ്മതമാണ്. വേദാന്തിക്ക് പറ, നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് അറിയണ്ടേ? ഈ ബുക്ക് തീരാൻ പോവുകയാണ്. അതായത് ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനി മരിച്ചു പോയി, അപ്പൊ ജഗത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോവോ? ജഗത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവൂലേ? ഇല്ല. എന്താ നഷ്ടപ്പെട്ടു പോയില്ലേ? അതെങ്ങനെ നഷ്ടപ്പെടും? ജ്ഞാനിക്ക് നഷ്ടപ്പെട്ടില്ലേ? ജ്ഞാനിക്കത് നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന്റെ മുന്നേ എത്രയോ ജ്ഞാനികൾ ഞാനിത് ആ സർപ്പ ഇതില് പറഞ്ഞപ്പോ സ്വാമിജി ഇല്ലെന്നല്ലേ പറഞ്ഞേ? സർപ്പ ഞാൻ ചോദ്യം ഉന്നയിച്ചിട്ട് എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അവിടത്തേക്ക് കൊണ്ടുപോവുക. അന്നപ്പോൾ അത് അന്ന് ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇന്ന് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ശരിയുണ്ടോ? മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെയൊക്കെ കുറെ ഈ ഒരു സാധനമൊക്കെ പിടികിട്ടണമെങ്കിൽ എത്രയോ വർഷത്തെ ഇതിന്റെ പിറകിൽ കൂടലുണ്ട്. എന്നാൽ ഇപ്പോഴേ തുടങ്ങിക്കോ. സാഖ്യയോഗ സിദ്ധാന്തത്തിനനുസരിച്ച് സത്താണ്, സത്തിന് നാശം ഉണ്ടാകത്തില്ല. വേദാന്തിക്ക് ഇത് അനിർവചനീയ സത്താണ്, അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അല്ല, ഇത്രയും മുന്നേ ജ്ഞാനികൾ ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ജഗത്ത് കാണാൻ പറ്റുന്നത്? നമ്മൾക്ക് അജ്ഞാനം നഷ്ടപ്പെടാത്തതുകൊണ്ട്.
അങ്ങനെയാണെങ്കിൽ സാധാരണമായിട്ട് ജഗത്തിരിക്കത്തില്ലേ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇനി നിങ്ങൾക്ക് ഏകജീവവാദത്തിനനുസരിച്ച് ഉത്തരം തരണം. അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഒരു യാത്രയ്ക്ക് പോയി. യാത്രാമധ്യേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ തെറിച്ചു പോയപ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ക്ഷതഗ്രസ്തങ്ങളായ ഹോസ്പിറ്റലിലാണുള്ളത്. ഓക്കെ, ഇത്രയും കാണുമ്പോഴേക്കും സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ പോയി കാണണ്ടേ? അതെന്തുകൊണ്ടാണ് കാണാൻ പോകത്തെ? അവൻ ചത്തോട്ടേയും വിചാരിച്ചിട്ടാണോ, അല്ല പോയാല് കയറ്റൂല എന്ന് വിചാരിച്ചാണോ? അത് സത്യമല്ലാത്തത് കൊണ്ട്. ആര് സത്തല്ല? ഭ്രമമായിരുന്നു. ഭ്രമാണല്ലോ. ഭ്രമമായിരുന്നു. അപ്പോൾ ആ കണ്ടവരൊക്കെയോ നമ്മൾ സൃഷ്ടിച്ചതാണ് അവരെ. ടീക്കേ, അതേപോലെ നമ്മൾ സൃഷ്ടിച്ച ലോകത്ത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല ഏകജീവവാദാനുസാരം. എന്നിട്ട് നിങ്ങൾ വ്യാസനെ ശുഗനെയൊക്കെ പറയുന്നതോ അത് കൽപ്പന ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ശ്രുതിയിൽ എങ്ങനെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്മൃതിയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രം. ഇതെല്ലാം കൂട്ടി ഒരു ഭ്രമമാണത്. അത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അദ്വൈത സിദ്ധി പഠിക്കുന്ന സമയത്ത് ഈ അദ്വൈത സിദ്ധിയുടെ പ്രക്രിയ തന്നെ വരുന്നത് എന്താണ്? 66 അറിയാലോ, വേദാന്തത്തിൽ സംഭവിച്ചേക്കാവുന്ന 66 തെറ്റുകൾ എന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആര്? ശതദൂഷണിയിൽ. അതിന്റെ വ്യാഖ്യാനമായിരുന്നു ന്യായാമൃതം. അതിന്റെ ഖണ്ഡനമാണ് അദ്വൈത സിദ്ധി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചൂടാ, ഈ അദ്വൈത സിദ്ധി ഇല്ലാത്ത കാലത്ത് ഈ 66 തെറ്റുകളൊക്കെ കാണുന്ന തെറ്റുകളെല്ലാം നമുക്ക് തോന്നും തെറ്റാന്ന്. അപ്പൊ ആൾക്കാരെങ്ങനെ മനസ്സിലാക്കി? ഇതിനെങ്ങനെ അവർക്ക് ശരിയായ വശം എങ്ങനെ അവർക്ക് മനസ്സിലായി എന്നൊരു തോന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെ ജ്ഞാനം ഉണ്ടായി? ഇതിന്റെ ഉത്തരം എന്താ? ഇതിന്റെ ഉത്തരം നിങ്ങൾ ഏകജീവവാദാനുസാരം നോക്കിയാൽ മതി. ഈ അദ്വൈതസിദ്ധിക്ക് മുന്നേ പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു കാലവും ഇല്ല. നമ്മൾ കൽപ്പിക്കുന്നതാണ് അദ്വൈതസിദ്ധിക്ക് മുന്നേയും പിന്നെ. അതായത് മൊത്തം ജഗത്ത് നമ്മളെ കൽപ്പനയാണ്. ഇപ്പം പിടി കിട്ടിയോ? ഇതോട് കൂടിയ ജഗത്തേ ഉള്ളൂ. നമ്മൾ സൃഷ്ടിക്കുന്ന ജഗത്താണിത്. അങ്ങനെ ഒന്നും പിടികിട്ടില്ല കുട്ടികളെ. അത്യാവശ്യം നിന്ന് ചിന്തിച്ചോ. ഇവിടെ പങ്ക്തി പിടികിട്ടുന്നില്ല, എന്നിട്ടല്ലേ ബാക്കി നിന്ന് ചിന്തിക്കുന്നേ. കഷ്ടപ്പാടാം, മയക്കുബന്തി. അപ്പൊ എന്താണ്? വ്യാകൃത ശബ്ദാഭ്യാം ഭണ്യേതേ. അപ്പം വ്യാകൃത ശബ്ദത്താൽ ആരാ? ഹിരണ്യഗർഭനും. അവ്യാകൃത ശബ്ദത്താൽ ഹിരണ്യഗർഭത്തിന്റെ കാരണമായിരിക്കുന്ന പ്രകൃതിയെ ഗണിച്ചു കൊള്ളുക. അന്നപ്പോൾ ഇനി ഭാഷ്യം കണ്ട അധുന. അധുന എന്ന് പറയാം ഇപ്പോൾ, ഇദാനീം എന്നാണ് അർത്ഥം. വ്യാകൃത ഉപാസനയോ സമുച്ചിചീഷയാ പ്രത്യേകം നിന്ദോച്യത്തെ അന്ധം തമ പ്രവിശന്തി. വ്യാകൃത ഉപാസനകൾ തമ്മിൽ, അതായത് നമ്മൾ ഇതുവരെ എന്തിനാ പറഞ്ഞത്? ഇതാണ്ടോ ടിപ്പണി വായിച്ചത്. മലവിക്ഷേപയുക്തന്മാർക്ക് കർമ്മ സഹിത ഉപാസന ആവശ്യമുണ്ടായിരുന്നു. കേവല വിക്ഷേപയുക്തന്മാർ മാത്രമാണെങ്കിൽ അവർക്ക് ഉപാസന മാത്രം മതി. ആ ഉപാസനയിൽ തന്നെ ഫലം പെട്ടെന്ന് കിട്ടാൻ സമുച്ചയം നടത്തുന്നു. ഇതാണ് ഉദ്ദേശം, സമ്പിണ്ഡിതാർത്ഥം. ഇനി പറയാണ് അവ്യാകൃത ഉപാസനയോ. വ്യാകൃത ഉപാസനയാണ് ഹിരണ്യഗർഭ ഉപാസന. അവ്യാകൃത ഉപാസനയാണ് പ്രകൃതി ഉപാസന. ഈ ഒരു സംഭവം നിങ്ങൾക്കിനി ഒരു ഉപനിഷത്തിലും കിട്ടത്തില്ല. ശാങ്കര ഭാഷയുള്ള ഒരു സ്ഥലത്തും നിങ്ങൾക്കിനി അവ്യാകൃത ഉപാസന ഭാഗം കിട്ടൂല. ശ്രദ്ധിച്ചോ, ഇത് കഴിഞ്ഞാൽ തീർന്നു. സമുച്ഛേദം ഇച്ഛ സമുച്ചിചീഷ തയാ സമുച്ചിചീഷയാ. ഈ വ്യാകൃത ഉപാസനകളെ സമുച്ചയിക്കാനുള്ള ഇച്ഛ കൊണ്ട് പ്രത്യേകം എന്ന് പറയുന്ന ഓരോന്നിന്റെയും നിന്ദോച്യതേ. അതായത് കേവല അവ്യാകൃത ഉപാസനയെയും കേവല വ്യാകൃത ഉപാസനയും നിന്ദിക്കുകയാണ് ഇവിടെ. എന്തിനാ? നിന്ദിച്ചും കൊണ്ട് ഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം നിന്ദയ്ക്ക് വേണ്ടിയല്ല, മറ്റെന്തോ കാര്യം ഉദ്ദേശിച്ചിട്ടാണ്. അതെന്തായിരിക്കും? സമുച്ചയം. അപ്പൊ സമുച്ചയം മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ 12ാം മന്ത്രത്തില് പ്രത്യേകത്തെ നിന്ദിച്ചത്. ഇനി 13ാം മന്ത്രത്തിൽ പ്രത്യേകത്തിന് ഫലം പറയും. അപ്പൊ പ്രത്യേകത്തിന് നിന്ദയും പ്രത്യേക ഫലവും കാണുന്നതിനാൽ അവയെ നമുക്കിനി സമുച്ചയം നടത്തണം. അപ്പൊ മന്ത്രമാണ് അന്ധം തമ പ്രവിശന്തി. ഇനി മന്ത്രം 12. അന്ധം തമ പ്രവിശന്തി യേ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യൗ സംഭൂത്യാകും വ്രതാഃ. ചൊല്ലിക്കോ. അന്ധം തമ പ്രവിശന്തി യേ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവ തേ തമോ യൗ സംഭൂത്യാം വ്രതാഃ.
अन्धन्तमप्रविशन्ति ये सम्भूतिमुपासते ततो भूय इव ते तमोय उ इव ते सम्भूत्यां तमो गताः ततो भूय इव ते तमो ततो भूय इव ते तमो यवो सम्भूत्यां रताः अन्धं तमः प्रविशन्ति ये सम्भूतिमुपासते ततो भूय इव ते तमो य उ सम्भूत्यां रताः अन्धं तम प्रविशन्ति ये येषामभूत् ये उपासते सम्भूति സാധാരണ ചൊല്ലരുത് ये सम्भूति ये ആ പ്രശ്ലേഷണം ये ചൊല്ലാൻ सम्भूत ये सम्भूतिमुपासते ततो भूय इव तो तमो या ഓ അല്ല ഇവത്തെ सम्भूत्वते तो तमो या सम्भूत्या रताः അതെ ശ്രദ്ധിക്കും മെല്ലെ മെല്ലെ പോയാൽ മതി അന്ധം തമ പ്രവിശന്തി ഏ അതായത് ഏക പദാന്താതതി എന്നുള്ള സൂത്രം കൊണ്ട് രണ്ടിന്റെ സ്ഥാനത്ത് ഒറ്റ രൂപ വരത്തുള്ളൂ ഓക്കെ അസംഭൂതി ഏക്ക് ശേഷം ആ കേൾക്കത്തില്ല നിങ്ങൾ അസംഭൂതി ഏ സംഭൂതി ഉപാസതേ തഥോ ഭൂയ അതായത് നമ്മൾക്ക് മലയാളികൾക്ക് തേയും തോവും തമ്മിൽ തെറ്റിപ്പോവും സ്വാഭാവികമാണ് ഓക്കെ തഥോ ഭൂയ ഇവ തേ തമോ യ ഉ സംഭൂത്യാം രഥാഹ ചിലപ്പോൾ സംഭൂത്യാകും രഥാഹ എന്ന് ചൊല്ലും ഓക്കെ എന്ന് ചിലപ്പോൾ അടിക്കും അത് ചില നാടുകളിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു ഒരു ഉച്ചാരണ ശൈലി പരമ്പരയിലൂടെ വരുന്നതാണ് ഋഷിയേഷിൽ 2 ആചാര്യന്മാരുണ്ടായിരുന്നു അപ്പം ചില സ്ഥലത്ത് അത് അടിക്കും ചില സ്ഥലത്ത് പ്ലെയിൻ ആയിട്ട് പോകും അന്ധം തമ പ്രവിശന്തി ഏ അസംഭൂതി ഉപാസതേ തഥോ ഭൂയ ഇവൈത്ത തമോ യ ഉ സംഭൂത്യാകും രഥാഹ ശരിയാണല്ലോ അന്ധം തമഹ അല്ലേ ഇത് തന്നെയല്ലായിരുന്നോ 9ാം മന്ത്രത്തിലും പറഞ്ഞത് അന്ധം തമസ പ്രാപിക്കും പക്ഷെ ആരായിരുന്നു അവിടെ കർമ്മിയായിരുന്നു ഓക്കെ ഇവിടെ ആരാ അസംഭൂതിയെ ഉപാസിക്കുന്നത് സംഭൂതി എന്ന് പറ സംഭവനം സംഭൂതി എന്ന് പറ ഉത്പത്തി എന്നർത്ഥം അത് ഏതിനാണോ ഇല്ലാത്തത് അതിനെയാണ് അസംഭൂതി എന്ന് പറയുന്നത് ഉത്പത്തി ഇല്ലാത്ത വസ്തുവാണ് പ്രകൃതി മായ അവിദ്യ എന്നൊക്കെ പറയാൻ പറ്റുന്ന അവ്യാകൃത വസ്തു ഇതിനെന്തില്ല ഉത്പത്തിയില്ല അന്നപ്പോൾ ഇത് ഒരു വട്ടം നശിച്ചിട്ട് പിന്നെ ഉത്പന്നമായാൽ നമ്മൾക്കതിനെ സംഭൂതി എന്ന് പറയാൻ പറ്റുമോ പറ ഒരു വട്ടം നഷ്ടപ്പെട്ട് പിന്നെ ഉത്പന്നമായാൽ അതിനെ നമുക്ക് സംഭൂതി സോറി അസംഭൂതി എന്ന് പറയാൻ പറ്റില്ലേ ഉണ്ടാതിരിക്കുന്നു പറ്റില്ല. അതെന്തുകൊണ്ടാ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ, ഉൽപ്പത്തിയല്ലല്ലോ. ഉത്പത്തി നടന്നതുകൊണ്ട് എന്ന് പറഞ്ഞ അസംഭൂതി എന്താണ് അനുത്പന്ന വസ്തുവാണ് ഉത്പത്തി ആവത്തില്ല ഘടം ഉത്പന്നമാവുമോ ഒരു ഘടം ഉത്പന്നമാവുമോ ആവും നൈയായികന്മാർ മാനിക്കും ഘടത്തിന്റെ ഉത്പത്തിക്ക് മുന്നേ ഘടത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു ആ അഭാവത്തിന്റെ പേരാണ് പ്രാഗഭാവം ആ പ്രാഗഭാവം എപ്പോ ഉത്പന്നമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും അത് അനാദിയാണ് ടീക്കേ എന്നപ്പോൾ അനാദിയായിരിക്കുന്ന വസ്തുവിന് ഒരിക്കൽ നാശം നേരിട്ടാൽ പിന്നെ അത് ഉത്പന്നമായാൽ അത് അനാദിയാവത്തില്ല ഒന്ന് രണ്ടാമത്തേത് ഒരിക്കൽ നാശം നേരിട്ടാൽ പിന്നെ ഉത്പന്നമാവുന്ന വസ്തു ആ വസ്തു അല്ലല്ലോ ഇപ്പൊ ഒരു മണ്ണിൽ നിന്ന് നമ്മൾ ഘടം ഉണ്ടാക്കി ആ ഘടത്തെ നമ്മൾ ഉടച്ചു പിന്നെയും നമ്മൾ അതിനെ ക്ലേ ആക്കി കളിമണ്ണാക്കി എടുത്തു പിന്നെയും നമ്മൾ അതിൽ നിന്നൊരു ഘടം ഉണ്ടാക്കി അതേ മുമ്പുള്ള ഘടത്തെ തന്നെയല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അല്ലേ അതെ അതെ കണ്ടാ ആൾക്കാരുണ്ട് പ്രതിയോഗികളൊക്കെ ഉണ്ട് ഇവിടെ ആ കഴിഞ്ഞ ഘടം ഈ ഘടം അവിടെയും വെള്ളം വെച്ചു ഇവിടെയും വെള്ളം കൊണ്ടുവച്ചു അല്ലേ രണ്ട് സ്ഥലത്തും വിനിയോഗം സമാനമല്ലേ ഒരു ഘടം ഉണ്ടാക്കി ടീക്കേ എന്നിട്ട് അതിൽ നിന്ന് അതിന്റെ ആ ഘടത്തിലെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10 പരമാണുക്കള് എടുത്തു മാറ്റി ടീക്കേ അപ്പോഴും ആ ഘടം ഘടം തന്നെയല്ലേ പഴയ ഘടം തന്നെയല്ലേ അതെ ആണ് തുണി ഒരു തുണി നൂലുകളുടെ സമൂഹമാണ് ടീക്കേ തെലങ്ങനെയും വെലങ്ങനെയുള്ള നൂലുകളെയാണ് നമ്മൾ തുണി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും നൂല് വന്നു കഴിഞ്ഞാൽ ഇതൊരു തുണിയായി ഊടും ഭാവം എന്ന് പറയും ടീക്കേ ഓതപ്രോത ഭാവം എന്ന് പറയും
ഇതിലുള്ള ഒരു നൂല് എടുത്തു മാറ്റിയാലും തുണി തന്നെയല്ലേ? അത് പഴയ തുണി തന്നെയല്ലേ? പിന്നെ നൂലായില്ലേ? അല്ല, അത് വേറെ ഇത് വേറെ. ഇത് കണ്ട പടവും കണ്ട ഘടവുമാണ്. ठीक है. കുലാലനാണ് ഘടത്തെ ഉണ്ടാക്കുന്നത്. പക്ഷെ കണ്ട ഘടത്തെ കുലാലനല്ല, ഈശ്വരനാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ കണ്ട പടത്തെ നെയ്ത്തുകാരനല്ല, മറിച്ച് ഈശ്വരനാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നൈയായികന്മാരുടെ ചിന്താഗതിയാണ്. നിങ്ങൾ മനസ്സിലായില്ല സ്വാമിജി. എന്താ മനസ്സിലാക്കണ്ടേ? കണ്ട പടത്തെ ചെറിയ ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു ഘട്ടം അങ്ങനത്തെ നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്ക് മൊത്തം ഉപയോഗിക്കാന്ന്, ചെറിയൊരു കഷ്ണം മാത്രമേ ഞാൻ എടുത്തു. അത് ഒരു നൂലില്ലാത്തത് കൊണ്ട് രാജാവ് ധരിച്ച പടം പോലെ ആവുമൊന്നുമില്ല, പടം പടമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റി? പഴയ പടം ഈ പടവും തമ്മിൽ ഭേദം ഉണ്ടോ വെച്ചാൽ ഉണ്ട്. കാരണം തത്സമവേദമായിരിക്കുന്ന പടമല്ല ഇത്. തത്സന്ത് സമവേദ പടം വേറെ, ആ നൂലുമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന പടം വേറെ, ആ നൂല് നഷ്ടപ്പെട്ടിരിക്കുന്ന പടം വേറെ. രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ആണ്. ഇപ്പം മെല്ലെ പിടികിട്ടോ? ഇതൊക്കെ ശാസ്ത്രീയ ചർച്ചകളില് അവരുപയോഗിക്കുന്ന ടെർമിനോളജി വെച്ച് ചിന്തിച്ചു പോവുകയാണ്. ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇത് പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ശാസ്ത്രം പഠിച്ച് ശീലം വേണം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. സുഷുപ്തിയില് ഈ അവ്യാകൃതം എന്നുള്ള അവിദ്യ നഷ്ടപ്പെട്ടു പോയാൽ ആണ്. ഇത് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ജ്ഞാനിയാവുമോ? രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ജ്ഞാനി, രണ്ടാമത്തത് നഷ്ടപ്പെട്ടു പോയ അവിദ്യ രണ്ടാമതുണ്ടാവുക, അല്ലെങ്കിൽ പുതിയൊരു അവിദ്യ ഉണ്ടാവുക. ഇത്തരം 3 ഓപ്ഷൻ ഉണ്ട് അവിടെ. അങ്ങനെയാണ് പിന്നെ സുഷുപ്തി പോയാൽ പോരെ എല്ലാവരും? സുഷുപ്തി പോയിട്ട് ജ്ഞാനിയായി തിരിച്ചു വന്നിട്ടായിരുന്നോ? പ്രമാണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ശ്രവണമനന നിധിധ്യാസനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ठीके. ഒരു അജ്ഞാനി സുഷുപ്തി സാമാന്യമായിട്ട് ഞാനിതെന്തിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ, ഹോള നരസിംഹപൂരിലെ സത്യേന്ദ്രാനന്ദ സരസ്വതി സ്വാമികളും അതിന്റെ പറ്റങ്ങളും ഉണ്ട്. അവരുടെ അഭിപ്രായത്തിൽ സുഷുപ്തിയിൽ അവിദ്യ ഇല്ല. ठीक है. എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് അതിന്റെ ഉള്ളില്. അവര് അവസാനം എന്ത് പ്രമാണം കൊടുത്താൽ എന്താ പറയാന്നോ? നിങ്ങൾ ഈ ടീക്കൊക്കെ പഠിച്ചിട്ട് തല പോയിരിക്കുകയാണ്. ആ ടീക്ക ഒന്നല്ല. അപ്പം നമ്മൾ ഭാഷ പ്രമാണം കാണിക്കും. പറയും ഭാഷ ആര് പറഞ്ഞതൊക്കെ പ്രമാണം എന്നുള്ളത്? മന്ത്രമാണ് പ്രമാണം. അവസാനം മന്ത്രം എടുത്ത് കാണിച്ചാല് എന്നാലും, അതായത് ഇവരുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന്റെ പരിചയത്തുള്ള ഒരാള് അങ്ങേര് ഇതുമായിട്ട് സംവാദം കുറച്ചു നേരത്തേക്ക്. അപ്പൊ ഞാനിതിന്റെ പ്രമാണം എടുത്ത് കാണിച്ചപ്പോഴേക്കും അങ്ങേര് മാനിച്ചു, ശരി അങ്ങനെ ഉണ്ടല്ലേ എന്നുള്ളത്. ചിലരങ്ങനെയാണ്, പെട്ടെന്ന് മാനിക്കും. ചിലർ മാനിച്ചാലും, പക്ഷെ അങ്ങേര് മാനിച്ചപ്പോഴൊരു കാര്യം പറഞ്ഞു, അല്ലെ നമ്മൾക്ക് സുഷുപ്തിയില് അവിദ്യ ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രോതാവിനൊരു സുഖമല്ലേ, ബ്രഹ്മത്തിന്റെ ബോധം അവിടെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മൾ ആ പ്രസംഗത്തെ വിട്ടു. എന്നപ്പോൾ സുഷുപ്തിയിൽ പോയിട്ട് ഈ അവിദ്യ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തിരിച്ചു വരുമ്പോൾ അജ്ഞാനിയാണെങ്കിൽ, ആ അജ്ഞാനം ഏത് അജ്ഞാനമാണ്? സുഷുപ്തിയിൽ നഷ്ടപ്പെട്ടു പോയ അജ്ഞാനം തന്നെ ഖണ്ഡകടം പോലെ നിൽക്കുകയാണോ, അഥവാ ഇത് പുതിയ അജ്ഞാനമാണോ? അല്ല, ആ അജ്ഞാനം നഷ്ടപ്പെട്ടില്ലായിരുന്നുവോ? നഷ്ടപ്പെട്ടാൽ പിന്നെ പുതിയത് ജനിക്കണം. പുതിയത് ജനിച്ചാൽ അനാദിയാവൂല. മനസ്സിലായോ? പക്ഷെ അവിദ്യ അനാദിയാണ് താനും. എന്ത് ചെയ്യും? കാരണം ഇവിടെ എന്താ? അസംഭൂതി എന്നാ പറയുന്നത്. സംഭവനം സംഭൂതി എന്ന് പറഞ്ഞാൽ ഉത്പത്തി എന്നാ. ഉത്പത്തി ഏതിനാണോ ഇല്ലാത്തത് അതിനെയാണ് അസംഭൂതി എന്ന് പറയുക. അപ്പോൾ ഉത്പത്തി ഇല്ലാത്ത വസ്തു എന്തായിരിക്കും? അനാദിയായിരിക്കും. അതായത് നിങ്ങൾ ചോദിക്കാം, അവിദ്യ അനാദിയാണെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് പ്രമാണം? ആ പ്രമാണമാണ് ഈ കാണിച്ചത്. ഇപ്പോൾ മക്കളെ, ഇതൊക്കെ വലിയ വലിയ ചർച്ചാ സ്ഥലമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമെങ്കിലും ബോധമുണ്ടോ? ഏറ്റുമുട്ടുന്ന വലിയ മഹാഗുരുക്കന്മാരുടെ അടുത്താണ് ഈ സാധനം വെച്ചു കൊടുക്കുന്നത്. ചെറിയ 12 ഈശാവാസ്യത്തിൽ 1-ാം മന്ത്രത്തിലെ 12-ാം മന്ത്രം, ഒന്നാം ഉപനിഷത്തിലെ 12-ാം മന്ത്രം വെച്ചിട്ട് അവരുടെ മൊത്ത സിദ്ധാന്തം വെട്ടി സൈഡാക്കാം. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാ എങ്ങനെ പറഞ്ഞിരുന്നത്? ഇല്ലേ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? അതായത് നിങ്ങൾ പറയാം അവിദ്യ അനാദിയാണോ നിർബന്ധമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അന്നേരം പറയാണ്, ഇതാ അസംഭൂതി ഉപാസതേ. ഇവിടെ ഭാഷ്യത്തിൽ കാണാം, സംഭവനം സംഭൂതി എന്ന് പറഞ്ഞാല് സംഭൂതി ശബ്ദത്തിന് അർത്ഥം കാര്യം എന്നാ. ആ കാര്യമല്ലാത്ത ഏതാണോ എന്തായിരിക്കും? കാരണമായിരിക്കും. ठीके. അപ്പോൾ ഉത്പത്തി എന്നാണ് സംഭവനത്തിന് അർത്ഥം. അപ്പൊ സംഭവനമല്ലെങ്കിൽ ഉത്പത്തി ഇല്ലാത്ത വസ്തു എന്ന അർത്ഥം കിട്ടും. അപ്പം അനുത്പന്നമായിരിക്കുന്ന വസ്തുവാണ് പ്രകൃതി എന്ന അർത്ഥം കിട്ടും. അങ്ങനെ ഇരിക്കുന്നമായ
അവിദ്യ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ നമ്മൾക്ക് അസംഭൂതി എന്ന് പറയാൻ പറ്റാതെ പോകും. തതോ ഭൂയ ഇവത്തെ തമോ, അതായത് ആരാണ് പ്രകൃതിയെ ഉപാസിക്കുന്നത് അവര് എന്താ സംഭവിക്കാന്നോ? നിങ്ങളുടെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ 2 മാർഗമേ പറയത്തുള്ളൂ. കർമ്മത്തിലൂടെ എത്തിച്ചേരാൻ പറ്റുന്ന സ്വർഗവും ഉപാസനയിലൂടെ എത്തിച്ചേരാൻ പറ്റുന്ന ഹിരണ്യഗർഭലോകവും. ഇതേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ മറ്റെല്ലാ ഉപനിഷത്തുകളിലും. ഇവിടെ വേറൊരു സംഭവമാണ്, ഉപാസനയുടെ ഫലമാണ്, പക്ഷേ ഹിരണ്യഗർഭലോകം അല്ല. അതെന്തുകൊണ്ടാ? ഇവിടെ ഉപാസിച്ചത് പ്രകൃതിയായിരുന്നു. പ്രകൃതി എപ്രകാരം ജഡമാണോ ഇതേപോലെ തന്നെ ഉപാസകനും ജഡയായിരിക്കുന്ന പ്രകൃതിയിൽ പോയിട്ട് ലീനമായിട്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഫലം. ഇതിനു വേണ്ടിയാണ് ഈ പ്രസംഗം തുടങ്ങുന്നത്. അതായത് പൂർണ്ണം ശതസഹസ്രം തിഷ്ടന്ത്യ അവ്യക്ത ചിന്തകാഹ എന്ന് നമുക്ക് അടുത്ത പേജ് കാണാം. 1,00,000 മന്വന്തരം പ്രകൃതിയിൽ ലീനമായിട്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഫലം. പ്രകൃതിയിൽ ലീനമായിട്ടിരുന്നത് കൊണ്ട് ജ്ഞാനം ഉത്പന്നമാവത്തില്ല, തിരിച്ചു പോരണം. അതുകൊണ്ടാണ് എന്ത് പറയണത്? അന്ധകാരത്തെയാണ് പ്രാപിച്ചത്. എപ്രകാരം പ്രകൃതി അന്ധകാര ജഡസ്വരൂപയാണോ ആ പ്രകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ച് അവിടെ ഇരിക്കത്തുള്ളൂ. അല്ല സ്വാമി, ചിലരൊക്കെ പ്രകൃതി ഉപാസിക്കുന്നു എന്ന് പറയാൻ കേൾക്കാറില്ല. അപ്പൊ അത് അങ്ങനെ തന്നെയാണോ എടുക്കേണ്ടത്? അല്ലെ, നാട്ടിലാരാ പ്രകൃതി ഉപാസന എന്ന് പറഞ്ഞ് കേൾക്കുന്നത്? പ്രകൃതിയാണ്, സൂര്യനെ ചന്ദ്രനെ ഒക്കെ പ്രകൃതിയെ മാത്രം ഉപാസിക്കുന്നു. ഈ കാണുന്ന കണ്ടില്ലേ പ്രകൃതിയല്ലേ. ഞാനൊരു വട്ടേ അതായത് എവിടെയെങ്കിലും കയറി കിടക്ക എന്നുള്ളത് കൊണ്ട് ഓടി നടക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഇവിടെ എവിടെയാണ് കാഞ്ഞങ്ങാട് ആശ്രമത്തില് അവിടെ പോയപ്പോൾ അവിടെ അതിന്റെ അടുത്ത് കുറച്ച് ചേട്ടന്മാര് വെള്ളടി നിർത്തിയിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകെട്ട്. അവരുടെ അടുത്ത് പോയപ്പോൾ അവരെന്നോട് പറയാണ്, എല്ലാം ശരിയാവും, പ്രകൃതിയാണ് എല്ലാം കൊടുക്കുന്നത്. എന്ത് പറയും? പോയി പെട്ടുപോയില്ലേ? ഇതാണ് നമ്മൾക്കുണ്ടായിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന ഉയർച്ച എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രകൃതിയാണൊക്കെ ചെയ്യുന്നത്. എന്റെ മണ്ടന്മാരെ, ഈ പ്രകൃതിക്ക് അധിഷ്ഠാനമായിരിക്കും ചേതനല്ലേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പ്രകൃതി ജഡമല്ലേ? ഞാൻ ഇന്നലെ ചോദിക്കുന്നില്ലേ, ഈ കാളി എന്നുള്ള ജഡമായിരിക്കുന്ന അവിദ്യ, അതായത് ശക്തി ഇല്ലെങ്കിൽ ശിവനും ജഡമാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ അവിടെ 2 ചേതനന്മാർ, കാളിയും ചേതനനാണ് ശിവനും ചേതനനാണ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാളി മായയാണ്, ശക്തിയാണ്, ശിവൻ ജഡമാണ് എന്നാണ് ഉദ്ദേശിച്ചത്? ശിവൻ ചേതനനാണ്, കാളി ജഡമാണെന്നാണ് ഉദ്ദേശിച്ചത്? പോയില്ലേ കിളി? ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ കൂടും പറിച്ചിട്ട് പോയി കളി. ഇതാണ് നമുക്കുണ്ടായിരിക്കുന്ന സ്പിരിച്വൽ എലവേഷൻ. എന്താ വെച്ച് കഴിഞ്ഞാല് അതാണ് ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ് ഇതൊക്കെ. പ്രകൃതിയാണ് എല്ലാം മക്കളെ എന്ന് പറഞ്ഞു നിൽക്കും. ആരാണ് സോളോ ട്രിപ്പ് നടത്തുന്ന കുറച്ച് പച്ച മനുഷ്യന്മാര് മാത്രമാണ് പ്രകൃതിയെ സ്നേഹിച്ച് ജീവിച്ചു പോകുന്നത്. അല്ലാതെ ഈ കാണിക്കുന്ന കാട്ടായൊന്നല്ല പ്രകൃതി സ്നേഹം. ഈ കാണുന്ന പ്രകൃതിയല്ല ഇവിടെ പ്രകൃതിയെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നാച്ചുറൽ ആ സാധനമല്ല ഈ പ്രകൃതി. എവിടെ നിന്നാണോ ജഗത് ഉത്പന്നമാവുന്നത്, എവിടുന്ന് മൂലകാരണമായിരിക്കുന്ന മായ, അതാണ് ഇവിടുത്തെ പ്രകൃതി കുട്ടികളെ. അതിന് അവ്യാകൃതം എന്നും പറയാം. അവ്യാകൃത ശബ്ദം 2 സ്ഥലത്ത് പ്രയോഗിക്കും. അവ്യാകൃതൻ എന്നുള്ളതിൽ ഉപാധി പ്രധാനമായി കഴിഞ്ഞാൽ മായയെയും ഗ്രഹിക്കാം, ഉപഹിത പ്രധാനമാക്കി എടുത്തു കഴിഞ്ഞാൽ ചേതനനെയും ഗ്രഹിക്കാം. അങ്ങനത്തെ ഒരു പദമാണ് അവ്യാകൃത ശബ്ദം. ശരിക്ക് ഇവിടെ ഇപ്പോൾ ഉപാധി പ്രധാനമായിക്കൊണ്ട് ജഡയായിരിക്കുന്ന ചേതനയിൽ അധ്യസ്ഥമായിരിക്കുന്ന മായയെ ഗ്രഹിക്കത്തുള്ളൂ. തതോ ഭൂയ ഈവത്തെ തമോ യ ഉ സംഭൂത്യാമൃതാഹ. ആരാണോ സംഭൂതി എന്നുള്ള ആദ്യത്തെ കാര്യമായിരിക്കുന്ന ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നത്, അവർ പ്രകൃതി ഉപാസകനേക്കാൾ കൂടുതൽ തമസിനെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അവിടെ അവന് ബോധക്കേടായി എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് പ്രകൃതി ലീനമായിട്ടിരിക്കാന്ന് കരുതാം. ഇവിടെ അതല്ല. അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ ഉള്ളത് കൊണ്ട് ചില്ലറ നകളിപ്പായിരിക്കത്തില്ല ഈ ജീവൻ ഉണ്ടാവുക, അല്ലേ? അതായത് നമ്മൾക്ക് എത്രമാത്രം കഴിവും ബോധക്കേടും ഉണ്ടോ അതിനെ അനുസരിച്ച് നമ്മൾ അഹങ്കരിക്കും, അല്ലേ? 2 രീതിയിലും കാണാം. ചിലർക്ക് വ്യവസ്ഥ ഉണ്ടായാലും ആ ജീവന്റെ ക്വാളിറ്റി കൊണ്ട് അഹങ്കരിക്കത്തില്ല. നമ്മുടെ ബൃഹദാരണ്യ ഉപനിഷത്തില് എല്ലാവരും എങ്ങോട്ടാണ് ഉപദേശത്തിന് ഓടുന്നത്? ജനകാ ദാവന്തി ജനാ സർവേ എന്ന് പറയും. ജനകനെ വിളിച്ചിട്ട് ഓടുകയാണ്. അപ്പൊ ഒരു ബാലകൻ അജാസത്രുവിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയലോഗ് വെക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടാ പോടുന്നത്, നീ ഇങ്ങോട്ട് വന്നില്ലേ, അതിന് കിടക്കട്ടെ 1000 പശുവും. താങ്ങെന്ന് പറഞ്ഞാൽ അതായത് ശ്രുതിയും ഇജ്ജാതി താങ്ങൽ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അന്നേ മനസ്സിലാകത്തുള്ളൂ.
ഈ പറഞ്ഞതിന് കിടക്കട്ടെ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്നല്ലോ, അതിനൊരു1000 പശുവാ. അപ്പോൾ ഓരോരുത്തരുടെ അതാണ് സംസ്കാരം എന്നുള്ളൊരു സാധനം നമ്മളെ പിന്തുടരുന്നുണ്ട്. അതിനിപ്പം പറയാറ് നമ്മൾ കുരങ്ങിന് മരത്തിലേക്ക് ചാടാനുള്ള സംസ്കാരം എന്നൊക്കെ. അത് മാത്രമല്ല, എത്രമാത്രം അജ്ഞാനം കൂടുമോ അത്രമാത്രം അധ്യാസം കൂടുന്ന. അധ്യാസം കുറവുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, അത്ര അജ്ഞാനം ഇല്ലെന്നുള്ളത്. അപ്പൊ അധ്യസിക്കാനുള്ള വസ്തുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അജ്ഞാനത്തിന്റെ പടലം മാറിക്കിട്ടാനുള്ള സമയവും കൂടുന്നു, മനസ്സിലാക്കിക്കൂടെ. അതുകൊണ്ടാണ് സർവസംഘ പരിത്യാഗം പറയുന്നത്. അപ്പൊ ചോദിക്കും, ഉള്ളവന്റെ പരിത്യാഗമാണോ ഇല്ലാത്തവന്റെ പരിത്യാഗമാണോ? പരിത്യാഗം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ യോഗഭ്രഷ്ടന്റെ ജന്മം പറയുന്ന സമയത്ത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഇച്ഛയുള്ള യോഗഭ്രഷ്ടനാണെങ്കിൽ അവൻ ധനികന്റെ കുലത്തിലും, ഇച്ഛയില്ലാത്തവൻ ആയിരിക്കുന്ന യോഗഭ്രഷ്ടനാണെങ്കിൽ അവൻ പാവപ്പെട്ടവന്റെ കുലത്തിലും. പക്ഷേ അന്നത്തെ കാലത്തൊന്നും വിഷയമല്ല. ഏത് പിള്ളേരെ പഠിപ്പിക്കാൻ ഗുരുകുലത്തിൽ കൊണ്ടുവച്ച് വിട്ടാൽ മതി, അവസാനം എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ മതി. ഇന്നത്തെ കാലത്തെ ലക്ഷങ്ങളില്ലെങ്കിൽ പിള്ളേരെ എന്താണ് കിൻഡർ ഗാർഡനിൽ പോലും കയറ്റാത്ത സമയത്ത് ഈ കാര്യം സ്ഥിതിക്ക് ഇനി ഭാഷണം തുടങ്ങിയേക്കല്ലേ. അന്ധം തമ പ്രവിശന്തി, അർത്ഥം പറയണേ. ഈ അസംഭൂതിയും, എന്താണ് അസംഭൂതിയുടെ അർത്ഥം? സംഭവനം സംഭൂതി എന്ന് പറഞ്ഞാൽ ഉത്പത്തി എന്നാണ് സംഭവനത്തിന്റെ അർത്ഥം. സാ യസ്യ, ഈ ഒരു ഉത്പത്തി ആർക്കാണോ ഉള്ളത്? ആർക്കാ? കാര്യത്തിന്. കാര്യസ്യ, ഏതൊരു യസ്യ കാര്യസ്യ, കാര്യത്തിനല്ലേ ഉത്പത്തി ഉണ്ടാവുക? കാരണത്തിനാണ് ഉത്പത്തി ഉണ്ടാവുക? കാര്യത്തിനാണ്. അതായത് ഒന്ന് മൂലകാരണവും ബാക്കിയെല്ലാം കാര്യങ്ങളുമാണ്. അപ്പൊ കാര്യങ്ങൾക്ക് ഉത്പത്തിയും അതിന്റെ കാരണത്തിന് ഉത്പത്തി ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഉത്പത്തി യാതൊരു കാര്യത്തിനാണോ ഉള്ളത്, സാ സംഭൂതി, അതിനാണ് നമ്മൾ സംഭൂതി എന്ന് പറയുന്നത്. അപ്പൊ ഹിരണ്യഗർഭന് ഉത്പത്തി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഹിരണ്യഗർഭനെ നമുക്ക് സംഭൂതി എന്ന് പറയാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഉത്പത്തി ഇല്ലാത്തതാർക്കാ നോക്കണ്ടേ? പറയാണ് തസ്യാഹ അന്യ അസംഭൂതി. സംഭൂതി ശബ്ദത്തിന് തന്നെ അർത്ഥം എന്താണ്? ഉത്പത്തി ഉള്ളത് എന്നാണ്, ഉത്പത്തി എന്നല്ല. ഉത്പത്തി ഏതിനാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ സംഭൂതി എന്ന് പറഞ്ഞത്. തസ്യ അന്യ എന്ന് പറഞ്ഞാല് ഉത്പത്തി ഇല്ലാത്തത് ഏതാണോ എന്നാണോ എടുക്കേണ്ടത്, അല്ല ഉത്പത്തി അല്ലാത്തത് ഏതാണെന്നാണോ എടുക്കേണ്ടത്? ഓയ്, മനസ്സിലാകുന്നുണ്ടോ? അസംഭൂതി ശബ്ദത്തിന് എന്തർത്ഥം എടുക്കും? ഉത്പത്തി ഏതിനാണോ ഇല്ലാത്തത് അതിനെ എടുക്കണോ, അല്ല ഉത്പത്തി എന്നുള്ളതിൽ നിന്ന് ഭിന്നമായതിനെ എടുക്കണോ? ഉത്പത്തി ഇല്ലാത്തത്. ഉത്പത്തി ഏതിനാണോ ഇല്ലാത്തത് അതാണ് അസംഭൂതി. കാരണം സംഭൂതി എന്നുള്ള ശബ്ദത്തിന് അർത്ഥം തന്നെ ഉത്പത്തി ഉള്ളത് എന്നാണ്, അല്ലാതെ ഉത്പത്തി എന്നല്ല. കിട്ടിയോ? ഉത്പത്തി ഏതിനാണോ ഉള്ളത് അതാണ് സംഭൂതി, അല്ലാതെ ഉത്പത്തി സംഭൂതി എന്ന് പറഞ്ഞിട്ടില്ല. സസ്യ അന്യ, ഉത്പത്തി ഉള്ളത് ഏതാണോ അതിൽ നിന്ന് ഭിന്നമാരായിരിക്കും അസംഭൂതി എന്നർത്ഥം. ആരാണ് ഇവിടുത്തെ അസംഭൂതി? പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാല് കാരണം. ഏതിന്റെ കാരണം? മൊത്തം ജഗത്തിന്റെ കാരണം. ഇനി നിങ്ങൾ 3ാമത്തെ ടിപ്പണി കാണും. സാഖ്യ അഭിമതാം പ്രകൃതിയും ഭാരയതി. സാഖ്യന്മാരെ പ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർക്ക്, അതായത് വേദാന്തം പഠിപ്പിക്കുന്ന ചില ആചാര്യന്മാർക്ക് സാഖ്യവും യോഗവും വേദാന്തവും ഒക്കെ ഒരേപോലെ ഒറ്റ കണ്ണിലൂടെ കാണും. ഭേദദൃഷ്ടി തീരെയില്ല. ഈ തിരുവണ്ണാമലയിൽ ഒരു പ്രശ്നമുണ്ട്. ഭിക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് കാവിക്കാരായിരിക്കും സന്യാസിമാരെ ഫ്രണ്ടിൽ വെച്ചാൽ വെള്ള ഡ്രസ്സിട്ട് ഗൃഹസ്ഥനും ഭിക്ഷ കിട്ടുമ്പോൾ അവൻ പിറകുന്ന് പറയും രമണന്റെ ദൃഷ്ടി ഇല്ല. എന്തുകൊണ്ടാ? സമാന ദൃഷ്ടി എന്ന് പറയാൻ ഗൃഹസ്ഥനും സന്യാസിയും പറ ഭേദം പാടില്ല. ഞങ്ങൾക്ക് ആദ്യം ഫുഡ് തരും, ഞങ്ങൾക്ക് എന്തിന്റെ തകരാറാ, കുറവാ. പിന്നെ പറയാറില്ലേ, ആശ്രമങ്ങളിൽ ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും മുഖ്യം എന്ന് ഗൃഹസ്ഥൻ ചെണ്ടകൊട്ടി പാടാറില്ലേ? ഇതൊക്കെ കാണണമെങ്കിലും കേൾക്കണമെങ്കിലും കൊട്ടുക. ശാസ്ത്രം പഠിച്ചവന്റെ ശരി വേറെ ആയിരിക്കും. പഠിക്കാതെ ഇങ്ങനെ തട്ടുകാർക്ക് വേണ്ടിയാണ് ഗുരുക്കന്മാർ, സോപ്പാൾ ഗുരുക്കന്മാർ ഉണ്ടായത് തന്നെ. മനസ്സിലായോ? ഇവരുടെ ഒരു സെക്ട് വേറെ തന്നെ കിടക്കും. ഓരോരുത്തർക്കും ഓരോ അഭിവാദ നാമങ്ങളാണ്. അപ്പൊ ചോദിക്കും നിങ്ങൾക്കും അഭിവാദമാണ് വേറെ ആണ്. ഇതെല്ലാം സെക്ടുകളാണ്. അത് സന്യാസമാണെങ്കിലും വേണ്ടിയില്ല, ദ്വൈത സമ്പ്രദായത്തിലും വേണ്ടിയില്ല. സന്യാസിയെ കണ്ടാൽ എന്താണ് അഭിവാദം ഞാൻ പറയാ? ചോദിക്കട്ടെ, ആർക്കെങ്കിലും അറിയോ? സന്യാസിയെ കണ്ടാൽ ദശനാമി സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അഭിവാദ നാമം പറയാ? ഓം നമോ നാരായണ എന്നാ പറയാ. ഇത് വെറുതെ വിളിച്ചു പറയുന്നല്ലത്, അഭിവാദ നാമമാണ്. ഇതിന്റെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ നമശിവായ എന്ന് പറയുന്നത് ഇതിൽ പെടുവോ? പിന്നെ എന്തിനാ നിങ്ങൾ ദശനാമിയായിട്ടും ആശ്രമത്തിൽ ഒരു സെക്ടിന്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓം നമശിവായ എന്ന് വിളിച്ചു പറഞ്ഞേ? നിങ്ങൾ ഇതിൽ പെട്ടതല്ലായിരുന്നു, ദശനാമി പെട്ടതല്ലായിരുന്നു.
അത് വേറെ കാര്യം, ഞങ്ങള് വേറെ. മനസ്സിലായോ? ഈ വൈരാഗികള് പരസ്പരം കണ്ട എന്താ പറയാ, സീതാറാം, അതങ്ങനെ ഒരു വലിയ കൊടുക്കണോ? രസം എന്ന് പറഞ്ഞാല് ഈ സീതാറാം ടീം സന്യാസിയെ കണ്ടാല് നമോ നമോ നാരായണ പറയുന്ന ആൾക്കാർ കുറവാ. അതൊക്കെ സന്യാസി എവിടെ പോയാലും അവന്റെ അഭിവാദ്യനാമം അവന് കൊടുക്കും, ജീവിക്കാൻ പഠിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഇജ്ജാതി സന്യാസിമാര്. ഒപ്പം വൈരാഗി കിട്ടുകയാണെങ്കിൽ ഓരോരുത്തന്നെ അവനെ സന്തോഷിപ്പിച്ചോളെ. സ്വന്തം അഭിവാദ്യനാമം അവന് പ്രശ്നമേ അല്ല. അതേപോലെ ചെവിട് ഛേദിച്ച ആൾക്കാരുണ്ടല്ലോ, നാഥ സമ്പ്രദായക്കാര്, അലേഖ് നിരഞ്ജൻ എന്ന് പറയും, അലേഖ് നിരഞ്ജൻ. പക്ഷെ അതിനൊരു രീതിയിലൊക്കെ വിളിക്കാൻ പാടും. ഇങ്ങനെയൊക്കെ കുട്ടികളെയും ഇതിപ്പോ നോർത്ത് പോയിട്ടുണ്ടോ? ഉണ്ട്. ഹിമാലയം പലവട്ടം. ഇതെന്തെങ്കിലും അറിയോ? ഒന്നും അറിയത്തില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മൾ കാണാൻ പോകുന്നതല്ലല്ലോ, നമ്മള് ആ ഫോട്ടോ ഒന്നും എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അവിടുത്തെ ഫുഡ് എന്താണ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെ വ്യവഹരിക്കുന്നു, ഒരു ചായക്കടയിൽ ഇറങ്ങി ഇരുന്നിട്ട് ആ ചായക്കടക്കാരൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള സമയം നമുക്കുണ്ടോ? എവിടെ? ആ ചായ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലേ? നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാർ, നമ്മളൊരു സമൂഹത്തെ അറിയാനോ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയാൻ വേണ്ടി പോകുന്നതല്ല. നമ്മൾ എന്തിനോ ജീവിച്ച് എന്തിനോ മരിച്ചു പോകുന്ന ജീവന്മാരാണ്, എസ്പെഷ്യലി മലയാളികൾ. അപ്പം നിങ്ങളെ ഇതിന്റെ ടിപ്പണി 3 എന്ന് നോക്കിയോട്ടോ, കുറച്ചുകൂടി മുന്നോട്ട് പറയാണ്. സാഖ്യന്മാര് അഭിപ്രായപ്പെടുന്നത് ഈ പ്രകൃതി ഉണ്ട്, ഏത് സത്തായിരിക്കുന്ന പ്രകൃതി, സാഖ്യ അഭിമതാം പ്രകൃതിയും വാരേതി മാറ്റുകയാണ്. എന്താ പറഞ്ഞിട്ട് ഭാഷ നോക്കിയേ? അവിദ്യ അവ്യാകൃതാഖ്യ എന്ന് പറഞ്ഞിട്ട്, അവ്യാകൃതം എന്നുള്ള അവിദ്യാ സ്വരൂപമാണ് ഈ കാരണമായിരിക്കുന്ന പ്രകൃതി എന്ന് പറയുന്ന അർത്ഥം. ടിപ്പണി ഒന്നുകൂടി നോക്കും മുന്നോട്ട് 3. തമ ആസി തമസാ ഗൂഢമഗ്രേ ഇതി മന്ത്രവർണാത് തദ്ദേതന്തർഹി അവ്യാകൃതമാസീതി ശ്രുതേശ്ചൈതി ഭാവ. 2 ശ്രുതി എടുത്ത് കാണിച്ചതാണിത്. തൈത്തരീയ ബ്രാഹ്മണത്തിലെ 2:8:1:1 തമ ആസി, തമസേ ഉണ്ടായിരുന്നുള്ളൂ. തമസാ ഗൂഢമഗ്രേ, ഇത് സൃഷ്ടിക്കുമെന്ന തമസിനാൽ ആവൃതമായിരുന്നു. ഇനിയുമുണ്ട് ന സദാസീത് ന അസദാസീത് തമസാ ഇതുമഗ്രേ ഗൂഢമാസീത് എന്നൊക്കെ ഇഷ്ടം പോലെ മന്ത്രമുണ്ട് ഇതുമായിട്ട്. അവിടെ സത്തായിരിക്കുന്ന വസ്തുവില്ല, അസത്തായിരിക്കുന്ന വസ്തുവില്ല, എന്താ പറയുക, ഭാവമില്ല അഭാവമില്ല, കേവല അവിദ്യ മാത്രമേ സൃഷ്ടിക്ക് മുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ? തദ്ദേതന്തർഹി അവ്യാകൃതമാസീത്. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ അനഭിവ്യക്ത നാമരൂപാത്മകമായിരിക്കുന്ന അവസ്ഥ. അതായത് അവിദ്യയില് സകല ജഗത്തും അനഭിവ്യക്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്, അല്ലാതെ കേവല അവിദ്യ അല്ല ഇത്. അവിദ്യ എടുത്തു കഴിഞ്ഞാൽ സകല ജഗത്തും ഉണ്ടാവും അവിടെ. എങ്ങനെ? പ്രകടമാവാത്ത രീതിയിൽ. അതിൽ നിന്ന് പ്രകടമാവത്തേ ഉള്ളൂ സൃഷ്ടികാലത്ത്. ഇതിനെയാണ് നമ്മൾ അവിദ്യ എന്ന് പറയുന്നത്. ഇനി ഭാഷ്യം കണ്ടോ? കാരണം, ജഗത്തിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ. എന്ത് പേരിട്ട് വിളിക്കാം? അവ്യാകൃത. അവ്യാകൃത ആഖ്യ നാമ യസ്യ. ആഖ്യ എന്ന് പറഞ്ഞ നാമ. അവ്യാകൃത എന്നുള്ള നാമം ആർക്കാണോ ഉള്ളത് അവളെ എന്ത് വിളിക്കാം? അവ്യാകൃതാഖ്യ. പ്രകൃതി സ്ത്രീലകായതുകൊണ്ട്. താം പ്രകൃതിയും, ആ പ്രകൃതിയെ എന്ത് വിളിക്കുന്നു? അസംഭൂതിയും എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ അവ്യാകൃത എന്ന് വിളിക്കും. അവ്യാകൃത അസംഭൂതിയും പ്രകൃതിയും. ഒന്നുകൂടി വിശദീകരിക്കാണ്. കാരണം, ജഗത്തിന് മൊത്തം കാരണം. നോക്കി, അടുത്ത പദം എന്താ വെച്ചത്? അവിദ്യാം. വിദ്യ ഭിന്നമായിരിക്കുന്ന അവിദ്യ അജ്ഞാന സ്വരൂപമാണിത്. ഓക്കെ, ഇതിന് എന്തായിട്ടാ പറഞ്ഞത്? അസംഭൂതിയായിട്ടാ പറഞ്ഞത്, കാരണമായിട്ടാ പറഞ്ഞത്. നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അത് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സുഷുപ്തിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. ഇനി സുഷുപ്തിയിൽ പോയിട്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് പ്രമാണമില്ലാതെ അവിദ്യ നഷ്ടപ്പെടത്തില്ല. അതായത് പ്രമാണജ്ഞാനമില്ല, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടത്തുള്ളൂ. സുഷുപ്തിയിൽ പോകുന്നത് കൊണ്ട് മാത്രം അജ്ഞാനം നഷ്ടപ്പെടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി 4 നമ്പർ ടിപ്പണി നോക്ക്. അവിദ്യായാഹ കാരണത്വം ഉപപാദയിതും വിശനഷ്ടി. അവിദ്യ എന്നുള്ളത് ഈ ജഗത്തിന് മൊത്തം കാരണമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വിശനഷ്ടി നിറം വ്യാഖ്യാനിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? കാമകർമ്മ ബീജഭൂതാം. ഭാഷ്യം കണ്ടോ? കാമ കർമ്മ ബീജഭൂതാം അദർശനാത്മികാം. കാമങ്ങളുടെയും വിഷയച്ചയുടെയും കർമ്മത്തിന്റെയും മൂലകാരണമാണിത്. ടിപ്പണി ഇനിയും നോക്കിക്കോ. അവിദ്യ നാമ അത്ര നാ വിദ്യാ അഭാവോ. ഇവിടെ അവിദ്യ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് വിദ്യയുടെ അഭാവമല്ല. അതായത് നൈയായികന്മാര് പറയുന്നത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പ്രാഗഭാവമാണെന്ന്. അതിനാണ് നിഷേധിക്കുന്നത്. അഭാവത്തിൽ നിന്നൊന്നും ഉണ്ടാവത്തില്ല. വസ്തു ഭാവമാണെങ്കിൽ മാത്രമേ, അനിർവചനീയമായിരിക്കുന്ന വസ്തു ആണെങ്കിൽ മാത്രമേ കാരണരൂപത്തിൽ ഇരുന്നു കൊണ്ട് കാര്യത്തെ ഉത്പാദിപ്പിക്കത്തുള്ളൂ. അതല്ലാതെ അഭാവം ജഗത്തിന്റെ കാരണമാവത്തില്ല. ഇത് അഭാവം ജഗത്തിന്റെ കാരണമാവത്തില്ല എന്ന് പറയുമ്പോൾ ആരുടെ മതത്തെ നമ്മൾ ഖണ്ഡിച്ചിരിക്കുന്നത്?
ബൗദ്ധമതത്തെ, ബൗദ്ധനാണ് പറയുന്നത് അഭാവം അസത്താണ് ജഗത്തിന്റെ കാരണം. നേരിട്ട് കയറി ബൗദ്ധന്റെ തലയ്ക്കാണ് വെട്ടിയിരിക്കുന്നത്. എന്നിട്ടും ചിലർക്ക് ബുദ്ധൻ ജ്ഞാനിയാണ്, അവതാരമാണ്, എല്ലാമാണ്. എന്ത് ചെയ്യാന്? വലിയ പാടവന്മാർക്ക് നന്നാക്കിയെടുക്കാൻ. ഇനി നോക്കിയോ, ഏന ഹിരണ്യഗർഭാദി ഹിരണ്യഗർഭാദ് അഭാവ ഉപാദാനത്വ അസംഭവ. ഹിരണ്യഗർഭാദി ഭാവ ഉപാദാനത്വ അസംഭവ. അതായത് അഭാവമായിരുന്നു അവിദ്യ എങ്കിൽ ഹിരണ്യഗർഭൻ, വിരാട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപാദാനമാവത്തില്ലായിരുന്നു. അഭാവം ഒരിക്കലും ഉപാദാനമാവത്തില്ല. അതുകൊണ്ട് ഈ അവിദ്യ എന്നുള്ളത് അഭാവ സ്വരൂപമല്ല. ചില സ്ഥലത്ത് ഭാവസ്വരൂപം എന്ന് പറയും. അതെന്തിനാ? അഭാവമല്ല എന്ന് കാണിക്കാനാണ് പറയുന്നത്. അനാദിഭാവത്തെ സതി ജ്ഞാന നിവർത്തത്വം മിഥ്യാത്വ ലക്ഷണം ചെയ്യും. ആ ലക്ഷണം അവിദ്യയിലും പോകും. അപ്പൊ അവിടെ എന്തിനാണ് നിങ്ങൾ ഭാവത്വം എന്ന് പറഞ്ഞത്? അനാദിഭാവത്തെ സതി അത് അഭാവ വിലക്ഷണമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ശരിക്കും മതത്തിനനുസരിച്ച് എന്താണ്? ഭാവ അഭാവ ഉഭയ വിലക്ഷണമായിരിക്കുന്ന അനിർവചനീയ വസ്തുവാണിത്. അഭാവവും അല്ലത്. ഭാവമാണോ? അതുമല്ല. മറ്റു മതങ്ങൾക്ക് ഒന്നുകിൽ ഭാവം അല്ലെങ്കിൽ അഭാവമേ ഉള്ളൂ. വേദാന്തിക്ക് ഭാവമല്ല അഭാവമല്ലാത്ത മൂന്നാമതൊരു വസ്തു വരും, അതാണ് അനിർവചനീയ വസ്തു. ഇപ്പോൾ ഒരു കുതിര, ഒരു കഴുത. കുതിരയല്ലാത്തതെല്ലാം കഴുതയാണോ? കഴുതയല്ലാത്തതെല്ലാം കുതിരയാണോ? അല്ലല്ലോ. പശു പട്ടികളൊക്കെ വേറെ ഇരിക്കത്തില്ലേ? അതുകൊണ്ട് ഭാവമല്ലെങ്കിൽ അഭാവമെന്നോ അഭാവമല്ലെങ്കിൽ ഭാവമെന്നോ നിർബന്ധമില്ലെന്നർത്ഥം. അദ്വൈതസിദ്ധിയുടെ പ്രമേയ വസ്തുവാണ്. കിന്തു ത്രിഗുണാത്മക ഭാവരൂപായ തസ്യാഹ വിദ്യായാഹ വിരോധാത് അവിദ്യാത്വമിത്യേ ആശയൻ ആഹാ. ത്രിഗുണാത്മകമാണ് ഈ അവിദ്യ. സത്വരജസ് തമാത്മകമാണല്ലോ അവിദ്യ. അതുകൊണ്ട് ത്രിഗുണാത്മക ഭാവരൂപായാഹ തസ്യാഹ, ത്രിഗുണാത്മകമായിരിക്കുന്ന ഭാവരൂപ എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും ഭാവരൂപ അല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അനിർവചന രൂപമാണിത്. ബൗദ്ധനെ ഖണ്ഡനം നടത്താൻ വേണ്ടി മാത്രം നമ്മൾ ഭാവരൂപം പ്രയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ആചാര്യന്മാർക്ക് ബൗദ്ധശാസ്ത്ര ഖണ്ഡനം നടത്താണെന്നുള്ളത് നിർബന്ധമായിരുന്നു. എവിടെ? ജഗത് മൂലകാരണ സിദ്ധിക്ക് വേണ്ടി പോലും. അവിടെയാണ് ഒരുത്തനെ പിടിച്ചിട്ട് സിമ്പിളായിട്ട് ജ്ഞാനിയാക്കിയിട്ട് പറയുന്നത് നമ്മൾക്ക് ഉപാസന പഠിക്കണമെങ്കിൽ ബുദ്ധൻ ഇടുന്ന് പഠിക്കണം എന്ന് പറയുന്ന നാറികൾ. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ പറയുന്നത്? അത് സന്യാസിയുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ടിപ്പണി പോലും അറിയത്തില്ല, ഈശാവാസ്യം പോലും അറിയത്തില്ല എന്നല്ല എന്റെ അർത്ഥം. പിന്നെ നിങ്ങൾ പാരായണമായിട്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ? കിന്തു ത്രിഗുണാത്മക ഭാവരൂപായ തസ്യാഹ, ത്രിഗുണാത്മക ഭാവരൂപമായിരിക്കുന്ന അനിർവചനീയമായിരിക്കുന്ന ആ വിദ്യക്ക് വിദ്യായ വിരോധാത്, വിദ്യയായിട്ട് വിരോധമുണ്ട്. വിദ്യ വന്നാൽ വിദ്യ നഷ്ടപ്പെട്ടു. അവിദ്യാത്വം ഇത്യാശനയാഹ. അതുകൊണ്ട് പ്രകൃതിയിൽ എന്ത് പറയാം? അവിദ്യാത്വം പറയാം. കാരണം വിദ്യയായിട്ട് പ്രകൃതിക്ക് വിരോധമുണ്ട്. പ്രകൃതി എന്നുള്ളത് എന്താണ്? ജഗത്തിന്റെ മൂലകാരണമാണ്. ഈ കാണുന്ന നാച്ചുറൽ എന്നുള്ള പ്രകൃതി അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രൈമോഡിയൽ കോസ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇനി നിങ്ങളെ ഭാഷ തന്നെ കണ്ടോ? കാമകർമ്മ ബീജഭൂതാം അദർശനാത്മികാം, ദർശന സ്വരൂപമല്ല അജ്ഞാന സ്വരൂപമായിരിക്കുന്ന അവിദ്യാം ഉപാസതേ യേ, ഉപാസത്തെ ഉപാസാതെ ഉപാസതേ ബഹുവചനാണ്. യേ ഉപാസതേ യഹയൗ യേ തേ, ആരെല്ലാമാണോ ഈ അവിദ്യ ഉപാസിക്കുന്നത് തേ അവർക്ക് എന്ത് പറ്റും? തദനുരൂപമേവ, ഉപാസനയ്ക്ക് അനുഗുണമായിട്ടിരിക്കുന്ന അന്ധന്തമോ അദർശനാത്മകം പ്രവിശന്തി. അദർശനാത്മകമായിരിക്കും തമസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ പോയിട്ട് ലീനന്മാരായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് എന്ത് സംഭവിക്കും? മുമ്പുള്ള കർമ്മത്തിനനുസരിച്ച് അതായത് സഞ്ചിത കർമ്മം ബാക്കിയിരിക്കുകയല്ലേ, അതിൽ നിന്ന് പിന്നെയും പ്രാരബ്ധം ഉത്പന്നമായിക്കൊണ്ട് തിരിച്ചു പോരും. അത്ര തന്നെ. ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ വന്നാൽ മുമ്പുണ്ടായിരുന്ന വാസന എന്താ? പ്രകൃതി വാസന. അവിടെ തന്നെയായിരിക്കും വീണ്ടും വാസന ഉണ്ടാകും. അല്ലാതെ ഹിരണ്യഗർഭ ഉപാസനയിലേക്കൊന്നും മാറുമൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും പുണ്യം എങ്ങനെ അന്ധകരണത്തിനുണ്ടെങ്കിൽ അന്ധകരണം ശുദ്ധമാകുമ്പോൾ മാത്രമേ ഈ ഒരു പ്രകൃതി ഉപാസന സ്ഥിതിയിൽ നിന്നും ഹിരണ്യഗർഭ ഉപാസന സ്ഥിതിയിലേക്ക് പോലും മാറത്തുള്ളൂ. ഇനി ആ രണ്ട് ഉപാസനാ സ്ഥിതിയിൽ നിന്നും വേദാന്ത വിചാരത്തിലേക്ക് അവന്റെ ബുദ്ധി മാറണമെങ്കിൽ എത്രമാത്രം അന്ധകരണ ശുദ്ധി വേണമെന്ന് ആലോചിച്ചോ. ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് പറയണം തതഹ. മന്ത്രത്തിൽ തതോ ഭൂയ എന്നുണ്ടായിരുന്നു, അതിനെയാണ് തതഹ, അതിനേക്കാളും. ഈ തതഹ ശബ്ദത്തിനെ വ്യാഖ്യാനിച്ചാണ് തസ്മാദപി, അതിനേക്കാളും ഭൂയോ എന്ന് പറയുന്ന ബഹുതരമിവ, അതിനേക്കാൾ ക്രൂരമായിരിക്കുന്ന കൂടുതലായിട്ടിരിക്കുന്ന തമഹ പ്രവിശന്തി, തമസി. ഇത് ദ്വിതീയ ഏകവചനമാണ്. തമസിലേക്ക് പ്രവേശിക്കുന്നു. അതിനേക്കാൾ പ്രകൃതി ഉപാസകൻ പ്രവേശിക്കുന്ന തമസിനേക്കാൾ കൂടുതൽ ഉപദ്രവകാരിയായിരിക്കും തമസിലേക്ക് പ്രവേശിക്കും. ആര്? ആരായാലും സംഭൂതിക്ക് എന്താ അർത്ഥം? കാര്യബ്രഹ്മാണ്. അപ്പോൾ കാര്യബ്രഹ്മണി പേരെന്താ? ഹിരണ്യഗർഭ ആക്കിയ യസ്യാസ ഹിരണ്യഗർഭാക്കിയ തസ്മിൻ ഹിരണ്യഗർഭാക്കി. ഹിരണ്യഗർഭൻ എന്ന് പേരോടുകൂടിയിരിക്കുന്ന ആ കാര്യബ്രഹ്മത്തെ ആരാണ് ഉപാസിക്കുന്നത്? അവർ
പ്രകൃതി ഉപാസകൻ പ്രവേശിച്ചിരിക്കുന്ന അന്ധകാരത്തെക്കാൾ കൂടുതലുള്ള അന്ധകാരത്തിലേക്ക് പ്രവേശിക്കും. രഥാഹ അഭിരഥാഹ എന്ന് പറഞ്ഞാല് ഉപാസതേ, ആരാണോ ഹിരണ്യഗർഭനെ ഉപാസിക്കുന്നത് അവന് പ്രകൃതി ഉപാസകനേക്കാൾ കൂടുതൽ അധോഗതി എന്നർത്ഥം. കാരണം അഭിമാനം കൂടുതലായി പോയത് കൊണ്ട്. വ്യാകൃത അഭ്യാകൃതന്മാരെ മനസ്സിലായോ? വ്യാകൃതോപാസന ഹിരണ്യഗർഭോപാസന, ആ അവ്യാകൃതോപാസന പ്രകൃതിയെ ഉപാസിക്കും. അതിന് വ്യാകൃത അഭ്യാകൃതം. അപ്പൊ അഭ്യാകൃതത്തിന്റെ അർത്ഥം എന്താ? എന്റെ ചേച്ചി ഉപാസന എന്ന പദം എടുത്തു കഴിഞ്ഞാൽ പോരെ, പ്രകൃതി. അപ്പം വ്യാകൃതം എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭനും അവ്യാകൃതം എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭന്റെയും കാരണമായിരിക്കുന്ന മായയാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.